ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമായ ഹലോ മുംബൈയിലേക്ക് ഏവർക്കും സുസ്വാഗതം. മഹാനഗരത്തിന്റെ വിശേഷങ്ങളാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 ശനിയാഴ്ച രാത്രി 11:30. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. Powered by Aegon Shipping. Your cargo is our commitment. Aegon Shipping. Moving the world for you. Brought to you by Amritveni. Amritveni Hair Elixir for Women. Hello Mumbai. Hello Mumbai. Hello Mumbai. Hello Mumbai. ജീവിച്ചിരിക്കുന്നവരെ സ്നേഹിക്കുകയും നമ്മളെ വിട്ടുപോയ അല്ലെങ്കിൽ പൂർവികരെ അവരെ ആദരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഭാരതം നമുക്ക് നൽകുന്ന വലിയൊരു മഹത്തായ സന്ദേശമാണ്. ഇന്ന് അങ്ങനെ ഒരു ദിനമാണ്, കർക്കിടക മാസത്തിലെ വാവ്. ഈ വാവുബലിയുടെ ചടങ്ങിലേക്കാണ് ഞങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനമായ പൂനെയിലാണ് ഞങ്ങൾ. പൂനെയിലെ NSSന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹാദരങ്ങളോട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മള് ഇപ്പൊ ബലിയിടാൻ പോകുന്ന ഇവിടുന്ന് തൊട്ടടുത്താണല്ലേ? അതിന് മുമ്പുള്ള 2 ക്ഷേത്രങ്ങളാണ്. ഇവിടെ ഹനുമാൻ ക്ഷേത്രമാണ് മെയിനായിട്ട്. മറ്റ് ഉപദേവതകൾ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞ് അടുത്തത് കാലഭൈരവന്റെ ക്ഷേത്രമാണ്. ഇത് കാലഭൈരവന്റെ ക്ഷേത്രമാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് ആദ്യം നമ്മൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി. ഇപ്പൊ കാലഭൈരവ ക്ഷേത്രത്തിലാണ്. ഇവിടെ നിന്ന് ഇനിയും ബലിയിടാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഞാനുള്ളത് ഇന്ന് കർമ്മിയുടെ ഒപ്പമാണ്. ഷാബു നായർ അല്ലെ? നാട്ടിലെവിടെയാണ്? നാട്ടിൽ അഞ്ചരക്കണ്ടി, കണ്ണൂർ. കണ്ണൂരാണ്. എത്ര വർഷമായി പൂനെയിൽ? പൂനെയിൽ ഇപ്പോൾ 22ാമത്തെ വർഷമാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഓക്കെ. അപ്പം മണിപ്പാൾ അക്കാഡമിയിൽ നിന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മാസ്റ്റർ ബിരുദം നേടി പൂനെയിൽ HSBC മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി നേടി ഇവിടെ വന്നതാണ്. ചെറുപ്പം മുതലുള്ള ആധ്യാത്മിക പാരായണത്തിലുള്ള താല്പര്യം, അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ ഹരിനാമ കീർത്തനത്തിലുള്ള ഈരടികൾ അതെന്നെ വല്ലാതെ ഒരു ആധ്യാത്മികവാദിയാക്കി മാറ്റി എന്നുള്ളതാണ്. ഒപ്പം വീട്ടിലുള്ള സാഹചര്യം, മുത്തശ്ശന്മാരെയൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാരായണ നാമം ജപിക്കുന്ന എൻ്റെ മുത്തശ്ശന്മാർ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ അവർ വളർന്നതാണ്. എങ്കിലും അവർ ഈ ആധ്യാത്മികം എന്നുള്ള കാര്യം അവരൊന്നും പിന്തുടർന്നു പോന്നിരുന്നു. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു അമ്പലത്തിൽ ചിലപ്പോൾ ഒരു പൂജാരിയായി കൂടെ ഇരിക്കാമായിരുന്നു. പൂജാരിയാവുക എന്നുള്ളതിൽ കവിഞ്ഞ് ഈ ആധ്യാത്മികതയിലുള്ള ആ ഒരു മിതത്വം അത് സൂക്ഷിക്കുക എന്നതാണ് എൻ്റെ ഒരു ആശയം. ഷാബുജി എത്ര വർഷമായിട്ട് ഈ കർമ്മം ചെയ്യുന്നു? ആ തുടക്കം മുതൽ 2019 ഞങ്ങൾ ആദ്യമായിട്ട് ഈ കറാടിയിൽ ചെയ്യുന്ന ആ സമയം തുടക്കം പൂനെയിൽ നിന്നാണ്. പൂനെയിൽ നിന്നാണ്. ഞാൻ ചോദിച്ചത്, ആരായിരിക്കണം കർമ്മികൾ? അതിന് പ്രത്യേക ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ? ആരായിരിക്കണം കർമ്മികൾ എന്ന് അനുശാസിക്കുമ്പോഴേ നമുക്കൊരു സംസ്കാരമുണ്ട്, ഷോഡശ സംസ്കാരം. അത് ഹിന്ദു സംസ്കാരത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്. 16 സംസ്കാരങ്ങൾ. അതിലൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ ഗർഭധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള 16 സംസ്കാരങ്ങൾ നമ്മുടെ ഷോഡശ സംസ്കാരത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ മൊമെന്റ് അതിന് പറയും ജാതകർമ്മം. ആ ജാതകർമ്മം ചെയ്യുമ്പോഴേ കുഞ്ഞിനെ അച്ഛൻ്റെ മാറോട് ചേർത്ത് വെച്ച് കുഞ്ഞിൻ്റെ ചെവിയിൽ മന്ത്രിക്കും, ത്വം വേദോസി, മോനെ നീ അറിവാണ്. ആ അറിവാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അറിവും. ഞങ്ങൾ സ്കൂളിൽ നിന്നും ആധ്യാത്മിക പാഠശാലയിൽ നിന്നൊക്കെ പഠിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ എങ്ങനെ തുറന്നു കിട്ടുക എന്നുള്ള ഒരു മാർഗം മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള അറിവാണ്. നമ്മൾ മറ്റൊരാൾക്ക് ഇപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു നല്ല കറക്റ്റായ ഒരു ധാരണ നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും ചെയ്യിക്കുന്ന ആളിന് വേണം. എങ്കിലല്ലേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും അല്ലേ? അത് കണ്ടെത്തലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഉള്ളിലുള്ള അറിവ് അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. എള്ളുപൂവ് ചന്ദനത്താൽ തർപ്പണം ചെയ്തു പിതൃക്കൾക്കു മോക്ഷമേകാൻ കർമ്മവും ചെയ്തു.
എള്ളെണ്ണ എള്ളുത്തിരി വെള്ള നിവേദ്യം ജലധാര ബിൽവഹാരം ശ്രീഹരന് ശിവശങ്കരന് കൈലാസ ശൈലത്തിൽ അമരുമീശൻ. പറഞ്ഞു വരുന്നത് ഇതിനൊരു ഗുരു ഉണ്ടാവണം, ഗുരുവിൽ നിന്നും നമ്മൾ പഠിച്ചതിന് ശേഷം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാവുന്നതാണ്. തീർച്ചയായിട്ടും അതാണ് അതിന്റെ മാർഗം. അതെ, ഗുരു നമ്മുടെ ഉള്ളിലുള്ള അറിവിനെ തുറന്നു തരുന്ന ആളാണ് ഗുരു. ഓക്കെ. ഗുരുവിന്റെ വാക്കിനാൽ നമ്മുടെ ഉള്ളിലുള്ള അറിവാണ് നമ്മൾ തുറന്ന് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ബലി ഇവിടെ ഇടുന്നു. ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ബലി, നമ്മുടെ വീട്ടിൽ ഫ്ലാറ്റുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ പ്രാവശ്യവും നമുക്ക് അതുപോലെ പിന്തുടരാൻ സാധിക്കില്ല. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെയാണെങ്കിൽ? തീർച്ചയായിട്ടും ഇത് സങ്കല്പമാണ്. അതാണ് ഈ ബലി തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു മഹാസങ്കല്പം എന്നുള്ള ഒരു മന്ത്രം നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ? ആ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് നേരമോ അല്ലെങ്കിൽ 20 മിനിറ്റ് നേരമോ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തോളം പോലും ഈ ബലികർമ്മങ്ങൾ ചെയ്യാം. അതിന്റെ ചില നിഷ്ഠകളുണ്ട്. ഓക്കെ. നമുക്ക് മറ്റു സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ജലതർപ്പണം എന്നുള്ള ആ ഒരു 3 തവണ ജലതർപ്പണം നടത്തിക്കൊണ്ട് നമുക്ക് ഈ കർമ്മം അവസാനിപ്പിക്കാം. അത് മാത്രം മതി. പൊതുവെ നമുക്ക് ചിലപ്പോൾ വാഴയില കിട്ടണമെന്നില്ല അല്ലേ? എള്ളുപൂവ് ചന്ദനത്താൽ തർപ്പണം ചെയ്തു പിതൃക്കൾക്കു മോക്ഷമേകാൻ കർമ്മവും ചെയ്തു. ചേട്ടാ, എത്ര വർഷമായിട്ട് നടത്തുന്നുണ്ട് ഇത്? ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് തുടർന്ന് നടത്തുന്നുണ്ട്. ഏകദേശം എത്ര പേരോളം വരുന്നുണ്ടാവും? ഇത് ഒരു 320 പേരോളം. അതാവുമ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഉള്ള സ്ഥല സൗകര്യങ്ങൾ പരിമിതിയിലനുസരിച്ച് ചെയ്യാൻ പറ്റണതുകൊണ്ട് 320-340 പേരോളം ഉണ്ടാവും. അപ്പോൾ ചേട്ടാ, ഓരോ വർഷം ആൾക്കാർ ഇങ്ങനെ കൂടി വരികയാണ്? അതെ, തുടക്കത്തിൽ 80 പേരിൽ തുടങ്ങിയത് ഇന്നിപ്പം 340 പേരോട് അടുത്തുണ്ട്. എല്ലാ വർഷവും ആൾ കൂടുകയാണ്. പക്ഷേങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം 5 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഒരുപാട് ആൾക്കാർ വരാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭീതി കാരണം ഞങ്ങൾ നിർത്തുകയാണ് ചെയ്തത്. ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഇപ്പം സാറ് തന്നെ കണ്ടില്ലേ, എത്ര സൗകര്യപ്രദമായ സ്ഥലമാണ്. നദിയുടെ തീരത്ത്, ഒരേ സമയത്ത് തന്നെ നമുക്ക് 100-150 വരെ ഇരുത്തി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ എത്ര ക്ലീൻ ആണ്, നീറ്റാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഇവിടെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെയാണ്. നാട്ടിൽ പിന്നെ നാടല്ലേ, ഇവിടെ പിന്നെ എല്ലാം നല്ല ആൾക്കാരാണ്. നമ്മുടെ രീതിയിൽ എല്ലാവരും ചെയ്തത്, എല്ലാവരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ നാട്ടിൽ ഇതുപോലെ എന്ത് വ്യത്യാസമാണ് തോന്നിയിരിക്കുന്നത്? ഞാൻ നാട്ടിലിത് ചെയ്തിട്ടില്ല, ഇവിടെയാണ് ചെയ്യണത് ആദ്യമായിട്ട്. ഓക്കെ, ഇവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട്. എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇത് എൻ്റെ ഫസ്റ്റ് ഇയറാണ് ഞാൻ ഇവിടെ ചെയ്യണത്. പിന്നെ നമ്മൾ ബലിയെടുക്കും, നമ്മൾ തലേ ദിവസം ഒരിക്കൽ എന്ന് പറയണ്ടേ? ഞാൻ കേട്ട ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അല്ലേ? അങ്ങനല്ലേ? അതെ, തീർച്ചയായിട്ടും. പൊതുവെ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലേ, അതായത് വൈകുന്നേരം നമ്മൾ ഗോതമ്പ് കഴിക്കുക അല്ലേ, അതായത് അരിയാഹാരം ഒരു നേരം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല അല്ലേ? തീർച്ചയായിട്ടും അതിന്റെ രീതി എന്താണെന്ന് പറഞ്ഞാൽ, ആ ഒരു ദിവസം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച്, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമാണ് ഭക്ഷണം. ആ ഭക്ഷണം ഒരു ലിമിറ്റഡ് ആയിട്ട് പകുതി വയറ് മാത്രം നിറച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അരിഭക്ഷണം കൂടുതലാണ്. അതുകൊണ്ടാണ് ആ അരിഭക്ഷണത്തിന് അവിടെ ഒരു നിഷ്ഠ ഏർപ്പെടുത്തിയത്. ഒരു നേരം അരിഭക്ഷണം കഴിച്ച് നിങ്ങൾ അന്ന് ദൈവയോടെ കഴിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ചില അസുഖങ്ങളുണ്ട്, ഷുഗർ പേഷ്യൻസ്, അവർ കഴിച്ചേ തീരൂ. അവർക്ക് കഴിക്കാം, പക്ഷെ അല്ലാത്തവർ തീർച്ചയായും ഒരിക്കൽ എടുക്കണമെന്നുള്ളതാണ് അല്ലേ? ആ ഒരിക്കൽ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ്. ബേസിക് അതിലെ കൂടി എന്താകുമെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. ഞങ്ങൾ ഒരിക്കൽ എടുക്കുകയാണ്, അപ്പം നാളെ കർമ്മമുണ്ട്, അപ്പൊ ഇന്ന് ഞാൻ എന്റെ മറ്റുള്ള ഇഷ്ടങ്ങളൊക്കെ മാറ്റി നമ്മുടെ ശരീരവും മനസ്സും. ഓക്കെ, നമ്മൾ രാവിലെ വന്ന് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാം. അത് ഏത് ക്ഷേത്രത്തിൽ വേണമെന്നില്ല, ഏത് ക്ഷേത്രത്തിലും തൊഴാം അല്ലേ? അതിനുശേഷം ബലിയിട്ടതിന് ശേഷം ഇവിടെ നമുക്ക് കുളിക്കാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഈറനോട് വന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപാട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നമ്മുടെ ഈ നാട്ടിൽ. ഇവിടെ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ പലർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളത് ഒരു പ്രായച്ചിത്തം പോലെ നമ്മൾ പറഞ്ഞങ്ങ് ചെയ്യണം. താങ്കൾ ഇരിക്കുന്ന അവസാനം ഒരു പ്രായച്ചിത്തം പറഞ്ഞിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ അമ്പലങ്ങളിൽ അവിടെയുള്ള നിഷ്ഠകള് താന്ത്രിക കർമ്മങ്ങളാണ്. അവിടെ ഈ പുല, വാലായ്മ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിഷിദ്ധാണ്. അപ്പൊ ഈ പറയുന്ന ചടങ്ങ് നമ്മൾ ചെയ്യുന്നത് അതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. താന്ത്രിക കർമ്മങ്ങളല്ല അല്ല എങ്കിലും ഗരുഡ പുരാണത്തിൽ നിഷ്ഠയോടെ മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതെങ്കിലും ഒരു അമ്പലത്തിലെ നിഷ്ഠയും നമ്മളിവിടെ ചെയ്യുന്ന നിഷ്ഠയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അമ്പലങ്ങളിൽ എസ്പെഷ്യലി തലേന്ന് പോകാം, ചെയ്യുന്നതിന് മുന്നേയും തൊഴാം.
പക്ഷെ കഴിഞ്ഞതിന് ശേഷം തൊഴാൻ പാടില്ല. പാടില്ല എന്ന് പറയും. കരമനയാറ്റിൻ കരയിൽ വാഴും കരുണാമയനാം ഭഗവാനേ, ത്രിവിക്രമംഗലവാസ നിന്നെ നിത്യം തൊഴുതു വണങ്ങുന്നേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വാലായ്മയും പുലയും ഉള്ളവർക്ക് ബലിയിടാൻ സാധിക്കുമോ? വാലായ്മയും പുലയുള്ളവർക്ക് താന്ത്രിക രീതിയിൽ പറഞ്ഞ ഗരുഡ പുരാണത്തിൽ അവർക്കത് നിഷിദ്ധമാണ്. ഓക്കെ. കാരണം അവർ ഓൾറെഡി ഈ വാലായ്മ പുല എന്നൊക്കെ പറയുന്നത് ആത്മാവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യമാണ്, ശരീരമല്ല. നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ആത്മാവ് നമ്മളെ വിട്ടു പോവുക അല്ലെങ്കിൽ പുതുതായി ജനിക്കുക എന്ന് വരുമ്പോഴേ നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ പുല വാലായ്മ എന്ന്. നമ്മൾ ഏത് പ്രായത്തിൽ തുടങ്ങി ഏത് പ്രായക്കാർക്ക് ബലിയിടാം, അങ്ങനെ എന്തെങ്കിലും ഒരു നിശ്ചയമായിട്ടോ? തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പം നമ്മൾ ചെയ്തു കണ്ടല്ലോ, ഇതിൽ നമ്മുടെ ജലതർപ്പണ സമയത്ത് നമ്മുടെ ആദ്യ പിതൃക്കൾ 3 തലമുറക്ക് മുകളിലുള്ള പിതൃക്കൾ മുതൽ നമ്മുടെ 3 തലമുറക്ക് അകത്തുള്ള പിതൃക്കൾക്ക് വരെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതായത് പറഞ്ഞു വരുന്നത് മാതാപിതാവ് ഉള്ളവർക്കും അതായത് ജീവിച്ചിരിക്കുമ്പോഴും ബലി ഇടാമെന്നുള്ളതാണ്. കർക്കിടക വാവ് ബലി അവർക്ക് ഇടാം. ഇനി ഒന്ന്, നമ്മൾ ആണ്ടുബലി ചെയ്തു. ആണ്ടുബലി ചെയ്ത് ഏകദേശം ഒരു 2 ആഴ്ച മുമ്പാണ് ആണ്ടുബലി ചെയ്തത്. അവർക്ക് പിന്നെ ഈ തീർച്ചയായിട്ടും ചെയ്യാം. ഈ ആണ്ടുബലി എന്നുള്ളത് ശ്രാദ്ധബലി 4 തരത്തിലുള്ള ബലികർമ്മങ്ങളാണ് ഉള്ളത്. അതിൽ സാധാരണ ബലികർമ്മം എന്നുള്ളതാണ് ഈ കർക്കിടക വാവ് ബലി എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഏത് സമയത്തും എങ്ങനെയും ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഈ പുല വാലായ്മ എന്നുള്ള ആ ഒരു 11 ദിവസം പാടില്ല എന്ന്. പിന്നെ ഒപ്പം സ്ത്രീകൾക്ക് ശുദ്ധമായ ആ സമയത്ത് മാത്രം ഇടാൻ പാടില്ല. അത് തീർച്ചയായും അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത സമയത്ത് അവർ ബലിയിടാൻ പാടില്ല. കാരണം ഇവിടെ ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ താന്ത്രിക ആചാരപ്രകാരമുള്ള മന്ത്രങ്ങളാണ് കൂടുതലും ഉച്ചരിക്കുന്നത്. അത് ആ സമയത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഗരുഡ പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പൊതുവെ ആൾക്കാർ ഞാൻ നിന്ന് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? നിന്ന് ഇരിക്കുക അങ്ങനെ ഒന്നുമില്ല. അതില് അങ്ങനെയൊന്നും എവിടെയും മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. കാരണം ഇത് മുഴുവൻ സങ്കല്പമാണ്. സങ്കല്പം എന്നുള്ളത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്യാന്നുള്ളതാണ്. അത് ആ വ്യക്തിയുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ആ വ്യക്തിക്ക് എവിടെയും എങ്ങനെയും ഇത് ചെയ്യാം. അതെ, തീർച്ചയായും നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സ് എന്ത് പറയുന്നോ അതിനോടൊപ്പം നടന്ന് നീങ്ങണമെന്നുള്ള. തീർച്ചയായിട്ടും അല്ലെ? ദൈവത്തിന്റെ അനുഗ്രഹവും ഒപ്പം പിതൃക്കളുടെ അനുഗ്രഹവും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ചെറിയൊരു ഇടവേളയാണ്. ഹലോ മുംബൈ ദേഖ്തേ രഹിയേ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. പൂനെയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ മലയാളികളുണ്ട് അല്ലേ? പൂനെയിൽ ഏകദേശം 4 ലക്ഷത്തിന് മുകളിൽ മലയാളികളുണ്ട്. 4 ലക്ഷം മലയാളികൾ. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര സ്ഥലത്ത് ഈ ബലിതർപ്പണം നടക്കുന്നുണ്ട്? ബലിതർപ്പണം എൻ്റെ അറിവിൽ കടിക്കിയിൽ നടക്കുന്നുണ്ട്, പിന്നെ സാങ്കുവിയിൽ നടക്കുന്നുണ്ട്, ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് ഏകദേശം 4 സ്ഥലങ്ങളിലായിട്ടാണ്. ദേവ് റോഡ് നടക്കുന്നുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ അടപ്സറിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ ഇത് അതായത് നമ്മൾ ഈ സാധാരണ മരിച്ചതിന് ശേഷമുള്ള കർമ്മങ്ങളിലെ അതിവിടെ ചെയ്യിക്കണ്ടോ? അത് വർഷത്തിലൊരിക്കൽ മാത്രമോ? ഇല്ല, വർഷത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ സാധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കർമ്മികൾ അവരെയൊക്കെ ആരാണ് ഇവിടെ നിന്ന് അങ്ങനെ വിളിക്കാറുണ്ടോ, അതോ അവർ നിങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെടാറുണ്ടോ? അല്ല, നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്നുള്ള നമ്മുടെ മെമ്പറായിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ പോയിട്ട് കർമ്മങ്ങൾ ചെയ്യുകയും ആ സഞ്ചയനത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. നാട്ടിലെ ഒരു രീതിയിൽ തന്നെ, നാട്ടിലുള്ള ഒരു രീതി തന്നെ നമ്മൾ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. മരണ ചടങ്ങുകളിലെ എല്ലാം നമ്മൾ എല്ലാ ചടങ്ങുകളും ചെയ്തു കൊടുക്കാറുണ്ട്. ഇത് ഇത്ര നാൾ നമ്മളിത് ചെയ്തു വരുമ്പോഴേ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഒരു ആഗ്രഹം? ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോ ഇതനുസരിച്ച് മാറ്റങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. ചില ബന്ധങ്ങൾ മരണത്തോടെ അവസാനിക്കുന്നില്ല. കണ്ണുകൾക്ക് കാണാനാകില്ല, കൈകൾ കൊണ്ട് തൊടാനാകില്ല, പക്ഷേ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായുകയുമില്ല. അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മുടെ പൂർവികരുമായുള്ളത്. നമ്മെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നവർ, നമ്മളുടെ കൈപിടിച്ച് നടക്കാൻ പഠിപ്പിച്ചവർ, നമ്മളുടെ ഓരോ വിജയത്തിൻ്റെയും പിന്നിൽ സ്വന്തം സ്വപ്നങ്ങൾ പോലും മാറ്റിവെച്ച് നിന്നവർ. ഇന്നവർ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അവരുടെ ശബ്ദം നമ്മളുടെ ഓർമ്മകളിലുണ്ട്, അവരുടെ മുഖം നമ്മളുടെ മനസ്സിലുണ്ട്, അവരുടെ സ്നേഹം നമ്മളുടെ ജീവിതത്തിലുണ്ട്. ആ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം തലകുനിക്കുന്ന ദിനമാണ് കർക്കിടക വാവ്. വർഷമായി ഇവിടെ പൂജ ചെയ്യുന്നത്? ഞാൻ 3 കൊല്ലമായിട്ട് ഇവിടെ പൂജയ്ക്ക് വരുന്നുണ്ട്. ഞാനും 3 കൊല്ലമായിട്ട് പിതൃതർപ്പണത്തിന് വരുന്നുണ്ട്. 7 വർഷം കൊണ്ട് ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എത്ര വർഷമായിട്ട് പൂജ ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ 3 വർഷമായിട്ട്
ഒന്ന് ചെയ്യുന്നു. വളരെ സന്തോഷമായി. എള്ളുപൂവ് ചന്ദനത്താൽ തർപ്പണം ചെയ്തു, പിതൃക്കൾക്കു മോക്ഷമേകാൻ കർമ്മവും ചെയ്തു. ഹഡപ്സ നാട്ടിലെവിടെയാണ്? കായംകുളം. ഓക്കെ. നാട്ടിലൊക്കെ ബലിയിട്ടുണ്ട്. ഇതുമായിട്ട് എന്ത് വ്യത്യാസമാണ്? ഇറ്റ്സ് സംതിങ് ന്യൂ ഫോർ അസ്. ഇത് പുതിയതായിട്ട് ഞങ്ങൾ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഗുഡ് ലൈക്ക് യങ് ജനറേഷൻ ദേ വിൽ ഗെറ്റ് ടു നോ അബൌട്ട് ദ കൾച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അവർ കൾച്ചർ ആസ് വെൽ. ബലിയുടെ കാര്യത്തിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഓക്കെ. നാട്ടില് തർപ്പണം ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഏതാണ്ട് 45 years ആയി. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഈ ബലി തർപ്പണത്തിന് My വേണ്ടി dad passed away last year, so this is the first time. ഓക്കെ. എന്നാലും അതിനൊരു ചെറിയൊരു സംഭവം പറയാം. ഡാഡിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ പൂർവികർ ഓക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. പൊതുവെ ഈ നമ്മുടെ ന്യൂ ജനറേഷൻ ഇതിലേക്ക് വരുന്നില്ലെന്നാ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ മകനും മകളും ഉണ്ട് കൂടെ. ഞങ്ങൾ ഇത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. ഫസ്റ്റ് ടൈം യു ആർ കമിങ്? ഫസ്റ്റ് ടൈം? No, second time. No, this year, yeah, first time. I've Okay. done it for the second time. Okay. And what about you? I've been doing since my childhood. He's doing from since he's 4.5 years. New gen, but you don't speak Malayalam. I think you speak Malayalam. Very less. Very less. ഇവരൊന്നും മലയാളം പഠിപ്പിച്ചെടുക്കണ്ടേ നമ്മൾ? പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന്റെ ഇൻട്രസ്റ്റ് ഇപ്പം ഡെവലപ്പ് ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ. ബട്ട് നമ്മുടെ കൾച്ചറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ ഈ ബലിയിടാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞ മുഴുവൻ മനസ്സിലായി? യു കുഡ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി? മനസ്സിലായി. മലയാളം അറിയാം. മലയാളം അറിയാം, സംസാരിക്കാൻ അറിയാം. അവന് വായിക്കാൻ ഇച്ചിരി ആക്സെന്റ് ഗിവ് അവേ ചെയ്യും, പക്ഷെ അത്ര പ്രശ്നമില്ല. അതർവൈസ് യു ക്യാൻ സ്പീക്ക് ഫ്ലുവൻലി. മനസ്സിലാവും, പറയാൻ. ഓക്കെ. സോ യു ഐ തിങ്ക് യു വിൽ കം ഇൻ എവറി ഇയർ. Yeah, I think so. Oh, that's great. കരമനയാറ്റിൻ കരയിൽ വാഴും കരുണാമയനാം ഭഗവാനേ, ത്രിവിക്രമംഗലവാസ നിന്നെ നിത്യം തൊഴുതു വണങ്ങുന്നേ. आपने देखा होगा हमारा वो कल्चर, हमारा इसके बारे में आप क्या बोलना चाहते हैं? नहीं, अच्छा है. वो सब धर्म के नाम से अपना पितृदेव को यहाँ पूजा करते हैं. ठीक लगता है कि ऐसे सब लोग एक इकट्ठा होके ही करना चाहिए. हर एक तो अपने घर में करते हैं, लेकिन ये ऐसा भी होना चाहिए. हम सब साथ में मिलके कर रहे हैं. साथ के मिलके करते उसको अच्छा लगता है. तो ये जगह आपका है, तो आप हर ये साल हमको गाँव का जगह है हमारे. ओके. मैं यहाँ सरपंच गाँव के थे उस टाइम से. अच्छा. 25-30 साल से मैं यहाँ काम कर रहे हैं. അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ മുതൽ അദ്ദേഹത്തിന്റെ സഹോദരിയല്ല അവരെല്ലാവരും അവർ സർപ്പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതാണ്. അതുപോലെ കൊണ്ടുവരികയാണ്. എള്ളുപൂവ് ചന്ദനത്താൽ തർപ്പണം ചെയ്തു, പിതൃക്കൾക്കു മോക്ഷമേകാൻ കർമ്മവും ചെയ്തു. ഈ ചടങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടത്? ഈ ചടങ്ങിന് വരുന്നവരോട് ഞങ്ങൾ ഒരു ജലതർപ്പണത്തിന് വേണ്ടി ഒരു കിണ്ടി മാത്രമാണ് കൊണ്ടുവരാൻ പറയുന്നത്. ബാക്കിയുള്ള എല്ലാ പൂജാദ്രവ്യങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതിന് നാമമാത്രമായിട്ടുള്ള ഫീസുകൾ മാത്രമേ ഞങ്ങൾ ഈടാക്കുന്നുള്ളൂ മറ്റുള്ളവരെ അപേക്ഷിച്ച്. നിങ്ങൾക്ക് ടോട്ടൽ എനിക്കൊന്ന് ഒരു 3-4 ദിവസത്തെ പണിയായിരിക്കുമല്ലേ? അതെ, തീർച്ചയായിട്ടും 3-4 ദിവസത്തെ ഞങ്ങളുടെ വാളണ്ടിയേഴ്സിന് 3-4 ദിവസത്തെ പണിയാണ്. ഉണക്കച്ചോറുണ്ടാക്കുക, അതിന് വേണ്ട തൈര് ഉണ്ടാക്കുക, എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാം ഉണ്ടാക്കാനായിട്ടുള്ള. ബുക്ക് ചെയ്യാതെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. എത്ര വരെയ്ക്ക് നമുക്ക് സ്പോട്ട് ബുക്കിംഗ് എടുക്കാൻ പറ്റും? ഇന്നൊരു 10-20 പേരെ വന്നിട്ടുണ്ട്. എക്സ്ട്രാ വരുന്നുണ്ടല്ലേ? ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണ് കണ്ടത് കഴിഞ്ഞ വർഷത്തെ? ഈ വർഷത്തെ പ്രത്യേകതയായിട്ടല്ല, എല്ലാ വർഷവും ഷാബു എങ്ങനെയാണ് പറയുന്നത് നമുക്ക് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവർ പറയുന്നില്ല അപ്പൂപ്പനെ, അമ്മൂമ്മ, അമ്മ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കണ്ട് മനസ്സ് നിറഞ്ഞ ഞങ്ങളെല്ലാവരും ഇതെല്ലാം ചെയ്യാറ്. ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്ന് ഇത് ചെയ്യുന്നത്. അതായത് നമ്മളുള്ളത് മുല്ലമുത്ത നദിയുടെ തീരത്താണ്. മുല്ലമുത്ത 2 നദികൾ അത് സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്ര പുണ്യമായ ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല അപ്പുറത്തൊരു ക്രിമേഷൻ സെന്റർ ആണ്. ഒപ്പം 2 ക്ഷേത്രങ്ങളുണ്ട്. ഏതൊക്കെ ക്ഷേത്രങ്ങളുള്ളത്? കാലഭൈരവ ടെമ്പിൾ ഉണ്ട്. ഓക്കെ. പിന്നെ ഗണപതിയുടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഓക്കെ. 2 ക്ഷേത്രങ്ങൾ പറഞ്ഞു. ഓക്കെ. അപ്പം നമ്മൾ രാവിലെ തൊഴുത് റെഡിയായി അവിടെ നിന്ന് എടുത്തുക അല്ലേ? എനിക്കെന്താ പ്രത്യേകം പറയാനുള്ളത്, ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടായിട്ടില്ലായിരുന്നു. ഒരു 2-3 വർഷങ്ങളായി ഇവിടെ വന്ന് ഈ ഒരു ഇത്രയും ഒരു കൂട്ടത്തോടെ നമുക്ക് ഇത്രയും ഒരു സാഹചര്യം പുറത്തുനിന്ന് ആളുകൾ ചെയ്യാൻ പറ്റുന്നതിന് വളരെ വളരെ നന്ദി.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലിത് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതേ ഒരു ഫീൽ ഇവിടെ കിട്ടുന്നുള്ളതാണ്. ഇവിടുത്തെ ആ കർമ്മിയുടെ ശരിക്കും ഒരു മലയാളി രീതിയിലുള്ള കർമ്മങ്ങളാണ് കേരള രീതി. അപ്പം നമുക്ക് അതായത് കേരളത്തിൽ എങ്ങനെയാണോ ബലിതർപ്പണം ചെയ്യുന്നത് അതുപോലെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഈ NSSൻ്റെ ഈ ഭാരവാഹികൾക്കും ഒപ്പം ഇവിടെയുള്ള അതായത് നിരവധി സ്ഥലങ്ങൾ മുംബൈയുടെ അല്ല മഹാരാഷ്ട്രയുടെ തന്നെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഏവർക്കും നന്ദി അർപ്പിക്കുകയാണ് ഇവിടെ വന്ന ഓരോരുത്തരും. അപ്പോൾ ഒരു ചെറിയ ഇടവേളയാണ് ഹലോ മുംബൈയിൽ. ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഒരു പിടി ചോറ്, അല്പം എള്ള്, കുറച്ചു ജലം, ഇത്രമാത്രം മതിയാകും മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹവും നന്ദിയും പൂർവികരിലേക്ക് എത്തിക്കാൻ. കേരളത്തിൻ്റെ നദീതീരങ്ങളിൽ തലമുറകളായി മുഴങ്ങിക്കേട്ട വേദമന്ത്രങ്ങൾ ഇന്ന് കേരളത്തിൽ നിന്നും ഏറെ അകലെയുള്ള പൂനെയിലും മുഴങ്ങുന്നു. മൂലമുത്ത നദിയുടെ തീരത്ത് നമ്മുടെ പൂർവികരെ ഓർത്ത് അവരുടെ ആത്മാവിന് ശാന്തി നേർന്ന് മലയാളി കുടുംബങ്ങൾ ഇവിടെ ഒന്നിച്ചുകൂടുന്നു. ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിലൊരു കഥയുണ്ട്. ഒരു നാൾ തൻ്റെ അച്ഛനെ ഓർക്കുന്നു, മറ്റൊരാൾ അമ്മയെ, മറ്റൊരാൾ ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ തന്നെ വിട്ടുപോയ മുത്തച്ഛനെ, മറ്റൊരാൾ മുത്തച്ഛിയെ, ചിലർക്ക് ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത പൂർവികരെ. പക്ഷേ ഓർമ്മകളുടെ മുഖം വേണമെന്നില്ല, സ്നേഹിച്ചിരുന്നെങ്കിൽ മതി ഓർക്കുവാൻ. ഈ ബലി ഇട്ട് കഴിഞ്ഞാൽ അത് കാക്കയ്ക്ക് കൊടുക്കണമെന്നൊരു സമ്പ്രദായമുണ്ടല്ലേ? ഇവിടെ നമ്മൾ പൊതുവെ പുഴയിൽ അങ്ങനെ ഒഴുക്കി കളയുക. അത് നമ്മൾ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? മത്സ്യത്തിന് കൊടുക്കുക അല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കുക എന്നുള്ളതിൽ അത് രണ്ട് കാര്യങ്ങളാണ് അവിടെ. പഞ്ചഭൂതാത്മകമായ ആ ഒരു അതിലേക്ക് ലയിച്ച് ചേർക്കുക, അതാണ് അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കാക്ക എന്നുള്ളത് നമ്മൾ ഈ ഒരു എന്താ പറയുക ബലികർമ്മങ്ങളിൽ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ യമദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരു പക്ഷിയാണ് കാക്ക. അപ്പോൾ ആ പക്ഷി വന്ന് എടുത്തു കഴിഞ്ഞാൽ സാങ്കല്പികമായിട്ട് നമ്മൾ പറയും നമ്മുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടിയെന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ജലത്തിലേക്ക് അത് സമർപ്പിക്കുമ്പോൾ ജലത്തിലൂടെ ഒരുപാട് ജീവികൾക്ക് ആ ഒരു ഇതേക്ക് പകർന്നു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ജലത്തിലേക്ക് അത് ലയിച്ചു ചേരുക എന്നുള്ളത് അത് മതി ശരിക്കും. പിന്നെ ഞാൻ കേട്ടിരിക്കുന്നു പറഞ്ഞാൽ തിരുവല്ലം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കൽ ബലി ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ബലി ഇടണ്ട എന്നുള്ള അങ്ങനെ ഒരു ആചാരമുണ്ട് ഇല്ലേ? കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ആചാരമുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രധാനമായിട്ടും തിരുവല്ലം, തൃച്ചംബരം, തിരുനെല്ലി ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ ബലികർമ്മങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഈ ഒരു തവണ ചെയ്താൽ മറ്റൊരു തവണ ചെയ്യണ്ട എന്ന് പറയുന്നത് ഈ മരണത്തിന് ശേഷം നമ്മുടെ ഒരു സായുജ്യ പൂജ എന്നുള്ളൊരു ചടങ്ങുണ്ട്. സായുജ്യ പൂജയിൽ പ്രാണനെ ഒരു ചെറിയൊരു സിൽവർ പ്രതിമയിൽ ആവാഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സമർപ്പിക്കും. അതുപോലുള്ളത് ഒരു തവണ ചെയ്താൽ മതി. പക്ഷേ ഈ ആണ്ടുബലി കർമ്മങ്ങളും ശ്രാദ്ധകർമ്മങ്ങളും ഒപ്പം കർക്കിടകവാവ് ബലിയും അത് നിഷ്ഠയോടെ എന്നും ചെയ്യുന്നതാണ് പിതൃക്കൾക്കിഷ്ടം. എല്ലാ വർഷവും ചെയ്യണം. കാലം എത്ര മാറിയാലും നമ്മുടെ വീടുകൾ മാറിയാലും നാടുകൾ മാറിയാലും നമ്മുടെ വേരുകൾ മാറുന്നില്ല. കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് എത്തിയ മലയാളി സമൂഹം ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും സ്വന്തം പാരമ്പര്യത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. ഇത് ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു തലമുറ മറ്റൊരു തലമുറയോട് പറയുന്ന ഒരു കഥ കൂടിയാണ്. നമ്മൾ ആരാണെന്ന് മറക്കരുത്, നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് മറക്കരുത്, നമ്മൾ ഇവിടെ എത്തിച്ചവരെ മറക്കരുത്. ഇപ്പം നമ്മളിവിടെ ചെയ്ത രീതി ഇത് ഗരുഡ പുരാണത്തിൽ ബ്രാഹ്മണ രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തത്. ഇപ്പോൾ ഗരുഡ പുരാണമാണ് ഇതിന് മാർക്കണ്ഡേയ പുരാണം, ഗരുഡ പുരാണം. നമുക്ക് 18 പുരാണങ്ങളുണ്ടല്ലോ. അതിൽ ഈ 2 പുരാണങ്ങളിലാണ് ഈ ബലികർമ്മങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കാലദേശാന്തരമായിട്ട് അതിന് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും നമ്മളുടെ എന്താ പറയുക തലമുറ അനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്ര വർഷമായിട്ട് ഷാഹു സ്വാമി താങ്കൾ ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഈ പുതിയ തലമുറ ഇതിലേക്ക് വരാറുണ്ടോ? അവർക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അവരെ വിശ്വാസത്തിലെടുക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ വിശ്വാസം ഇല്ലാതായി പോകാനുള്ള ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും അവരുടെ അനുഭവം, അവർക്ക് അങ്ങനെ ഒരു ഘട്ടം വന്നു, അവർക്ക് ആ ഒരു പിതാവിനോടോ അല്ലെങ്കിൽ മാതാവിനോടോ ഉള്ള ആ ഒരു കണക്ഷൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുവാൻ ഇതൊരു മാർഗ്ഗമാണെന്ന് കണ്ടെത്തിയാൽ
തീർച്ചയായും അവരിതിൽ വന്ന് പങ്കുചേരുന്നുള്ളതാണ്. അതെ, വിശ്വാസം അതാണ് എല്ലാം എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. മൺമറഞ്ഞു പോയ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളും വിടവാങ്ങിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുവാൻ മറക്കരുത്. thehelloMumbai@gmail.com. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. फिर मिलेंगे हम. हेलो मुंबई, हेलो मुंबई, हेलो मुंबई, हेलो मुंबई. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ ഹലോ മുംബൈ.